ഹായ് ഫ്രണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു നെയ്ച്ചോറ് അഥവാ ഗീ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. വിറകടുപ്പിലാണ് ഞാനിത് തയ്യാറാക്കാവുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടി കനമുള്ള പാത്രമായിരിക്കണം, പെട്ടെന്ന് കരിയാതിരിക്കാനാണ്. ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഒരു 3/4 കപ്പിൽ അളവിൽ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ ഏകദേശം ചൂടായി വരുമ്പോൾ കനം കുറഞ്ഞ രീതിയിലുള്ള സവാള ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഇതൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏകദേശം ഒക്കെ ഒരു മൂപ്പായി വരുന്നുണ്ട്. നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, പെട്ടെന്ന് കരിയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മൂപ്പായി വന്നിട്ടുണ്ട്, ഇത്രയും മതിയാകും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റാം. പെട്ടെന്ന് കോരി മാറ്റി എടുക്കണം. ഇത്രയും കഴിഞ്ഞ് നമുക്ക് സ്പൈസസുകളാണ് ചേർക്കാനുള്ളത്. 4 ഗ്ലാസ് അരി, 8 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്ത് വെച്ച വെള്ളമാണ്. ഞാൻ അളവെടുക്കുന്നത്. ഇതിലെ കുറച്ച് ഉപ്പ് ചേർത്ത് തിളക്കാൻ വേണ്ടി വെക്കണം. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം. ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിത് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്, അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ചുവട്ടിലേക്ക് ചേർക്കുന്ന ഒരു ഇല ചേർത്തിട്ടുണ്ട്, നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ ചോറ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ രൂപത്തിലായതിന് നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം. ഇത് ചൂടോട് കൂടി തന്നെ ഒന്ന് അടച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് നമ്മൾ എടുത്ത് വെച്ച സ്പൈസസുകൾ ഇതിൻ്റെ മുകളിലോട്ട് ചേർക്കാം. നേരത്തെ വഴറ്റി വെച്ച സവാളയാണിത്. അപ്പോൾ നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യ് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.